എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാറ്റഗറി നമ്പർ 145/2025 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആര്? കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയാണ് ഡോക്ടർ എ ജയതിലക്. 50ാമത്തെ ചീഫ് സെക്രട്ടറിയാണ്. വി വേണു. അപ്പോൾ ഓപ്ഷനിൽ മറ്റു ഓപ്ഷൻസും കൂടി ഡിസ്കസ് ചെയ്യാം. വി വേണു 48ാമത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്നു. 49 ശാരദാ മുരളീധരൻ. ഇനി എ ഷാജഹാൻ. എ ഷാജഹാൻ എന്ന് പറയുന്നത് നിലവിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് എ ഷാജഹാൻ. 7ാമത്തെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. അടുത്ത ചോദ്യം, ISROയുടെ പുതിയ ചെയർമാൻ ആര്? ISROയുടെ പുതിയ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. 11ാമത്തെ ചെയർമാനാണ് വി നാരായണൻ. ഡോക്ടർ എസ് സോമനാഥ് 10ാമത്തെ ചെയർമാനായിരുന്നു. അടുത്ത ചോദ്യം, ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നത് എന്ന്? അപ്പോൾ ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29. മേജർ ധ്യാൻചന്ദിൻ്റെ ബർത്ത് ആനിവേഴ്സറിയാണ് ഓഗസ്റ്റ് 29. കേരള കായിക ദിനം കൂടി നമുക്കൊന്ന് പഠിക്കാം. കേരള കായിക ദിനം ഒക്ടോബർ 13. കേണൽ GV രാജയുടെ ബർത്ത് ആനിവേഴ്സറിയാണ് ഒക്ടോബർ 13. അപ്പോൾ ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് 29. കേരള കായിക ദിനം ഒക്ടോബർ 13. 4ാമത്തെ ചോദ്യം, സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏത്? സിനിമയാക്കിയ ആദ്യ മലയാള നോവലാണ് മാർത്താണ്ഡവർമ്മ. മറ്റ് പോയിന്റുകൾ നോക്കാം. മലയാളത്തിലെ 2ാമത്തെ സിനിമയാണ് മാർത്താണ്ഡവർമ്മ. കൂടാതെ മലയാളത്തിലെ ആദ്യ ചരിത്ര നോവൽ കൂടിയാണ് മാർത്താണ്ഡവർമ്മ. മറ്റ് ഓപ്ഷൻസ് നോക്കുമ്പോൾ മലയാളത്തിലെ ആദ്യ ചിത്രമാണ് വിഗതകുമാരൻ. സംവിധാനം ചെയ്തത് JC ഡാനിയേൽ. ഇനി പ്രസിഡന്റിൻ്റെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രമാണ് ചെമ്മീൻ. ചെമ്മീൻ 1965 പുറത്തിറങ്ങുന്നത്. സംവിധാനം ചെയ്തത് രാമു കാര്യാട്ട്. ചെമ്മീൻ എന്ന നോവൽ രചിച്ചത് തകഴി ശിവശങ്കരപ്പിള്ള. ഇനി മലയാളത്തിലെ ഏറ്റവും ബൃഹത്തായ നോവലാണ് അവകാശികൾ. അത് രചിച്ചിട്ടുള്ളത് വിലാസിനിയാണ്. ഇനി 5ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. അപ്പോൾ ഇതിൽ കഥകളി എന്ന് പറയുന്നത് കൊട്ടാരക്കര തമ്പുരാൻ, ഓട്ടൻതുള്ളൽ കുഞ്ചൻ നമ്പ്യാർ, ചണ്ടാല ഭിക്ഷുക്കി കുമാരനാശാൻ, കൃഷ്ണഗാഥ ചെറുശ്ശേരി. അപ്പോൾ ഒന്നും കൂടി പറയാം. കഥകളി എന്ന് പറയുന്നത് കഥകളിയുടെ ഉപജ്ഞാതാവാണ് കൊട്ടാരക്കര തമ്പുരാൻ. ഓട്ടൻതുള്ളൽ ആരുമായി ബന്ധപ്പെട്ടുള്ളതാണ്? കുഞ്ചൻ നമ്പ്യാർ. ചണ്ടാല ഭിക്ഷുക്കി കുമാരനാശാൻ. കൃഷ്ണഗാഥ ചെറുശ്ശേരി. അപ്പോൾ ഓപ്ഷൻ A ആണ് ആൻസർ. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കണക്റ്റഡ് ഫാക്ട്സ് നോക്കാം. കലകളുടെ രാജാവ് ആണ് കഥകളി. അതുപോലെ തന്നെ ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്നതും കഥകളിയാണ്. കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപിക. ഇനി പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്നത് ഓട്ടൻതുള്ളലാണ്. ജനകീയ കവി എന്നറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാരാണ്. മഹാകാവ്യം എഴുതാതെ മഹാകവി എന്നറിയപ്പെട്ട വ്യക്തിയാണ് കുമാരനാശാൻ. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരി. അപ്പോൾ കൃഷ്ണഗാഥ രചിച്ചത് ചെറുശ്ശേരിയാണ്. കൃഷ്ണഗാഥയുടെ വൃത്തം മഞ്ചരി. ഇനി
കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര്? കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് സജി ചെറിയാൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി തോമസിൻ്റെ ജന്മസ്ഥലം എവിടെ? ഇന്ത്യയിലെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി തോമസിൻ്റെ ജന്മസ്ഥലം എവിടെ? ആലപ്പുഴ. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ഏത്? ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരമാണ് ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ്. ഓപ്ഷൻ ഡി. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഫാക്ട്സ് നോക്കാം. 1991-92 കാലഘട്ടത്തിലാണ് ഖേൽ രത്ന അവാർഡ് തുടങ്ങിയത്. 1992 മുതൽ 2021 വരെ രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം എന്നായിരുന്നു പേര്. അതിനുശേഷമാണ് പേര് മാറ്റിയത്. നിലവിൽ 25 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. ആദ്യ വിജയി വിശ്വനാഥൻ ആനന്ദ്. 2024 4 പേർക്കാണ് ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് ലഭിച്ചത്. മനു ഭാക്കർ, ഹർമൻ പ്രീത് സിംഗ്, ഡി ഗുഗേഷ്, പ്രവീൺ കുമാർ. 4 പേർക്ക് 2024 ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് ലഭിച്ചു. മനു ഭാക്കർ ഷൂട്ടിംഗ് താരമാണ്. ഹർമൻ പ്രീത് സിംഗ് ഹോക്കി താരം. ഡി ഗുഗേഷിൻ്റെ ഫീൽഡ് ചെസ്സ്. പ്രവീൺ കുമാർ പാരാ അത്ലറ്റാണ്. ഇനി ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളിയാണ് KM ബീനാമോൾ. രണ്ടാമത്തെ മലയാളി അഞ്ജു ബോബി ജോർജ്. അപ്പോൾ ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളിയാണ് KM ബീനാമോൾ. രണ്ടാമത്തെ മലയാളി അഞ്ജു ബോബി ജോർജ്. ഇനി ഓപ്ഷനിൽ അർജുന അവാർഡ് ഉണ്ട്. അതും ഇന്ത്യയിലെ മികച്ച കായിക താരങ്ങൾക്ക് നൽകുന്ന അവാർഡാണ് അർജുന അവാർഡ്. അത് 1961 ഏർപ്പെടുത്തിയത്. അർജുന അവാർഡ് ലഭിച്ച ആദ്യ മലയാളിയാണ് C. ബാലകൃഷ്ണൻ. ഏതായിരുന്നു? പർവ്വതാരോഹണം. അതിലാണ് അദ്ദേഹത്തിന് അർജുന അവാർഡ് ലഭിച്ചത്. ഇനി ദ്രോണാചാര്യ അവാർഡ് മികച്ച കായിക പരിശീലകന് കൊടുക്കുന്ന അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ്. അത് ഏർപ്പെടുത്തിയത് 1985. ആദ്യമായിട്ട് നേടിയത് OM നമ്പ്യാർ. അപ്പോൾ ദ്രോണാചാര്യ അവാർഡ് ആദ്യമായി നേടിയത് OM നമ്പ്യാരാണ്. അതായത് OM നമ്പ്യാർ എന്ന് പറയുന്നത് മലയാളി കൂടിയാണ്. അപ്പോൾ ആദ്യത്തെ പുരസ്കാരം തന്നെ മലയാളിക്കാണ് ലഭിച്ചത്. ഇനി 9ാമത്തെ ചോദ്യം, 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ ആര്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, മോഹൻലാൽ. 2023 പുരസ്കാരമാണ്. അത് കൊടുത്തത് 2025. ഇനി 2022 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് മിഥുൻ ചക്രബർത്തി. 2021 വഹീദ് റഹ്മാൻ. അപ്പോൾ 2021 വഹീദ് റഹ്മാൻ, 2022 മിഥുൻ ചക്രബർത്തി, 2023 മോഹൻലാൽ. ഇനി 2 മലയാളികൾക്കാണ് ഇതുവരെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചിട്ടുള്ളൂ. അതാരൊക്കെയാണ്? അടൂർ ഗോപാലകൃഷ്ണൻ, മോഹൻലാൽ. അടൂർ ഗോപാലകൃഷ്ണന് 2004 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചു. മോഹൻലാലിന് 2023. അടുത്ത ചോദ്യം, കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾക്ക് വഴിതെളിച്ച
അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചതാര്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത് വി.ടി. ഭട്ടതിരിപ്പാട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ 10 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.